സന്ധ്യയുടെ മങ്ങിയ വെളിച്ചം ഗ്രാമത്തിൻ്റെ മുഖത്ത് ഒരു നേർത്ത മഞ്ഞ പടർപ്പ് വീഴ്ത്തിയിരുന്നു. വീടിൻ്റെ മുന്നിലെ മരത്തിൻ്റെ ചില്ലകൾ കാറ്റിൽ ആടി കളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് തൻ്റെ ബൈക്ക് മരച്ചുവട്ടിൽ ഒതുക്കി നിർത്തി. ബൈക്കിൻ്റെ എൻജിൻ ഓഫ് ചെയ്തപ്പോൾ ആ പരിസരം വലിയൊരു നിശബ്ദതയിലേക്ക് വഴുതി വീണു. ലൈബ്രറിയിലേക്ക് കയറുമ്പോൾ ഉള്ളിലെ വെളിച്ചം പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അകത്ത് ഒരു മൂലയിലിരുന്ന് അത്രയും ഗൗരവത്തോടെ പത്രം വായിക്കുകയായിരുന്നു അമൽ. സിദ്ധാർത്ഥിൻ്റെ കാലടി ശബ്ദം കേട്ടതും അവൻ പത്രത്തിന് മുകളിൽ കൂടി തല ഉയർത്തി നോക്കി. ആഹാ, നീ വന്നോ? അമലിൻ്റെ സ്വരം അല്പം അത്ഭുതമുണ്ടായിരുന്നു. രാവിലത്തെ പഠിത്തം കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് അമൽ ലൈബ്രറിയിലായതുകൊണ്ട് അവിടേക്ക് വന്നതാണ് സിദ്ധാർത്ഥ്. വീട്ടിൽ വെറുതെ ചെന്നിരുന്നപ്പോഴേ മടുത്തു. ഒരു മാറ്റത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. സിദ്ധാർത്ഥ് അമലിൻ്റെ അടുത്തുള്ള കസേര വലിച്ചിട്ടിരുന്നു. അല്പസമയം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അവർക്ക് മുന്നിലെ മേശപ്പുറത്തുണ്ടായിരുന്ന പുസ്തകങ്ങൾ സിദ്ധാർത്ഥ് വെറുതെ മറിച്ചു നോക്കി. പക്ഷേ അവൻ്റെ മനസ്സ് ആ പുസ്തകത്താളുകളിൽ ആയിരുന്നില്ല. ഏതോ ഒരു ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. അത് അമലിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവൻ പത്രം മടക്കി വെച്ചു. എന്താടാ സിദ്ധു, നിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം. നിനക്കെന്തോ പറയാനുണ്ടല്ലോ. ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന എന്തോ ഒന്ന്, അമൽ ചോദിച്ചു. അല്ലെങ്കിലും അവൻ അങ്ങനെയാണ്. സംസാരപ്രിയനായ അവന് ചുറ്റുമുള്ളവരുടെ ചെറിയൊരു മൗനം പോലും കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവാണ്. സിദ്ധാർത്ഥ് അല്പനേരം ഒന്നും മിണ്ടാതെ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. അവസാനം അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഡാ പാർവതി, അവൾ എങ്ങനത്തെ കുട്ടിയാണ്? അമലിൻ്റെ കൈകൾ പത്രത്തിൻ്റെ അരികിൽ നിശ്ചലമായി. ഒരു ചെറിയ ഞെട്ടൽ അവൻ്റെ മുഖത്ത് മിന്നി മറഞ്ഞു. എന്താടാ പെട്ടെന്ന് അവളെക്കുറിച്ച്? നീ എന്തിനാ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? സിദ്ധാർത്ഥ് ജനാലയ്ക്കപ്പുറത്തെ ആകാശത്തേക്ക് നോക്കി. അറിയില്ല അമൽ, എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല. പക്ഷേ അവളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. എപ്പോഴും ആരെയോ പേടിച്ച് വിറയ്ക്കുന്നത് പോലെ. ആരുമായും സംസാരിക്കാതെ ഒരു ചിരി പോലും മുഖത്ത് കാണിക്കാത്ത ആ പെൺകുട്ടി എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ. മീരയും കാർത്തിയും വരെ അവളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമൽ ദീർഘമായിട്ടൊന്ന് ശ്വാസം വിട്ടു. കണ്ണുകളിൽ ഗൗരവം നിറഞ്ഞു. അതിന് കാരണമുണ്ട് സിദ്ധു. അത് വെറുമൊരു നിശബ്ദതയല്ല. എന്ത് കാരണം? എന്താ അവളുടെ ഉള്ളിൽ? സിദ്ധാർത്ഥ് ആകാംക്ഷയോടെ അമലിൻ്റെ മുഖത്തേക്ക് നോക്കി. അമൽ ചുറ്റുമൊന്ന് നോക്കി. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ശേഷം പറഞ്ഞു, അവൾ ജീവിക്കുന്നത് ഒരു വീട്ടിലല്ല സിദ്ധു, അതൊരു തടവറയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ വീട്, നല്ല വരുമാനമുള്ള അച്ഛൻ, സൗകര്യങ്ങൾ, പണം. പക്ഷെ ആ ചുവരുകൾക്കുള്ളിൽ പാർവതിക്ക് ശ്വാസം മുട്ടുകയാണ്. സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. തടവറയോ? ഇത്രയൊക്കെ ആഡംബരങ്ങളുള്ള വീട്ടിലോ? അതെ, സൗകര്യങ്ങൾ കൊണ്ടല്ല, നിയന്ത്രണങ്ങൾ കൊണ്ടാണ് അതൊരു ജയിലാകുന്നത്. അവൾക്ക് കൂട്ടുകാരില്ല. സ്കൂളിൽ പോലും അവൾ ഒറ്റയ്ക്കാണ്. എന്തിനാണെന്നറിയാമോ? ആരുമായും സൗഹൃദമുണ്ടാക്കാൻ അവൾക്ക് പേടിയാണ്. ഫോൺ ഉപയോഗിച്ചാൽ ചോദ്യം, പുറത്തിറങ്ങിയാൽ ചോദ്യം, ചിരിച്ചാൽ പോലും എന്തിനാണെന്നുള്ള ചോദ്യം. അവൾ ജീവിക്കുന്നത് എപ്പോഴും ഒരു നിരീക്ഷണത്തിന് കീഴിലാണ്. സിദ്ധാർത്ഥിനെ നെറ്റി ചൊളിഞ്ഞു. ഇത്രയൊക്കെ ക്രൂരതയോ? ഒരു പെൺകുട്ടിക്ക് തൻ്റെ ഇഷ്ടത്തിന് പോലും ജീവിക്കാൻ പറ്റില്ലെന്നാണോ? അതിലും കൂടുതലുണ്ട് സിദ്ധു. അവൾക്ക് കഥാപുസ്തകങ്ങൾ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ അതിന് അനുവാദമില്ല. അതൊക്കെ സമയം കളയലാണ്, പഠനത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. പിന്നെ അവൾ എങ്ങനെ വായിക്കും? അമൽ ഒരു ചിരിയോടെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ അവൾക്ക് രഹസ്യമായി എത്തിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ ലൈബ്രറി രജിസ്റ്ററിൽ പോലും എഴുതാതെ ഞാനത് അവളെ ഏൽപ്പിക്കും. അവൾ അത് വായിച്ച് തിരികെ തരും. അതൊരു ചെറിയ ലോകമാണ്. അവൾക്ക് ശ്വസിക്കാൻ കിട്ടുന്ന ഒരേ ഒരു വായു. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ പാറുവിൻ്റെ ചിത്രം തെളിഞ്ഞു. എപ്പോഴും തലകുനിച്ച് നടക്കുന്ന, ആ കണ്ണുകളിൽ ആരും കാണാത്ത ഭയത്തിൻ്റെ നിഴലുകൾ പേറുന്ന പെൺകുട്ടി. പ്രിയയോ? അവളുടെ ചേച്ചി എങ്ങനെയാണ്? സിദ്ധാർത്ഥ് പെട്ടെന്ന് ചോദിച്ചു. അമലിൻ്റെ മുഖത്ത് കയ്പ് നിറഞ്ഞ ഒരു ഭാവം വന്നു. പ്രിയയ്ക്ക് പാറുവിന് ഒട്ടും ഇഷ്ടമല്ല സിദ്ധു. അതൊരു വെറും ഇഷ്ടക്കേടല്ല, അതിലപ്പുറം എന്തോ ആണ്. എന്ത് സംഭവിച്ചാലും അതിൻ്റെയൊക്കെ കുറ്റം പാറുവിൻ്റെ മേൽ കെട്ടിവെക്കാനാണ് അവൾക്ക് താല്പര്യം.
സ്വന്തം അനിയത്തിയല്ലേ, എന്തൊരു ക്രൂരതയാ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ സിദ്ധു. അമൽ നിസ്സഹായതയോടെ തലയാട്ടി. എനിക്ക് ചിലപ്പോൾ അവളെ കാണുമ്പോൾ ഭയം തോന്നും സിദ്ധു. അവൾക്ക് വീട്ടിൽ പറയാൻ ആരുമില്ല, കരഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ഒരു തോളില്ല, ഒരു നല്ല സുഹൃത്ത് പോലുമില്ല. ആൾക്കാർക്കിടയിൽ ജീവിച്ചിട്ടും അവൾ എത്ര വലിയ ഒറ്റപ്പെടലിലാണ് കഴിയുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. അമലിൻ്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് തല കുനിച്ചു. ആ ഒറ്റപ്പെടലിൻ്റെ വേദന അവനും അറിയാമായിരുന്നു. ആര്യ പോയ നാളുകളിൽ ആരുമില്ലാതെ താൻ അനുഭവിച്ച അതേ ശൂന്യത. പക്ഷേ പാറുവിൻ്റേത് അതിലും വലിയൊരു നരകമാണെന്ന് അവന് തോന്നി. സ്കൂളിലെ കുട്ടികൾ അവളെ അഹങ്കാരിയാണെന്നാണ് കരുതുന്നത്, ആരോടും സംസാരിക്കാത്തത് കൊണ്ട്. അമൽ കൂട്ടിച്ചേർത്തു. അത് തെറ്റല്ലേ അമൽ? അവൾ അഹങ്കാരിയാണോ? അല്ല സിദ്ധു, അവൾക്ക് പേടിയാണ്. ആരെങ്കിലും അടുത്തു വന്നാൽ തെറ്റുപറ്റിപ്പോകുമോ, ആരെങ്കിലും വഴക്ക് പറയുമോ, ആരെങ്കിലും ഉപേക്ഷിക്കുമോ എന്ന ഭയം. ആ ഭയത്തിന് മുകളിൽ അവൾ കെട്ടിപ്പടുത്ത ഒരു കോട്ടയാണ് ആ നിശബ്ദത. സിദ്ധാർത്ഥ് ആഴത്തിൽ ചിന്തിച്ചു. ഒരു 17കാരി ഇത്രയും കാലം എങ്ങനെ ഇതിനെല്ലാം അതിജീവിച്ച് നിൽക്കുന്നു? അമൽ, ഇതൊക്കെ സഹിച്ചുകൊണ്ട് അവൾ എങ്ങനെയാ ഇനിയും ജീവിക്കുന്നത്? അതാണ് എനിക്കും അത്ഭുതം. മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ എപ്പോഴേ തകർന്നു പോയേനെ. പക്ഷേ അവൾ പേടിച്ചാണെങ്കിലും കരഞ്ഞാണെങ്കിലും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് മറുപടിയില്ലാതെ ഇരുന്നു പോയി. പക്ഷേ അവൻ്റെ മനസ്സ് ഒരു തീരുമാനമെടുത്തിരുന്നു. ഇനിയും അവളെ ആ തടവറയിൽ തനിച്ചാക്കരുത്. പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ മേശയുടെ വശത്തേക്ക് നീങ്ങിയത്. അവിടെ ഒരു ചെറിയ ബാഗിൽ കുറച്ച് പുസ്തകങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. അവ പാറുവിന് കൊടുക്കാൻ അമൽ കരുതി വച്ചതാണ്. അമലിൻ്റെ ശ്രദ്ധ മാറിയ സമയത്ത് സിദ്ധാർത്ഥ് ആ പുസ്തകങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവളിലേക്ക് വെളിച്ചം എത്തിക്കുന്ന ആ ചെറിയ വഴികളെ അവൻ ആദരവോടെ നോക്കി നിന്നു. അമലിൻ്റെ ഈ ചെറിയ സഹായം അവളിൽ എത്ര വലിയ മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് അവൻ ചിന്തിച്ചു. ആ പുസ്തകങ്ങൾ അവൾക്ക് നൽകുന്ന ആശ്വാസത്തെക്കുറിച്ച് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. സന്ധ്യയുടെ മങ്ങിയ വെളിച്ചം ലൈബ്രറിയുടെ ജനാലകളിലൂടെ അരിച്ചു കയറി. അലമാരകളിലെ പുസ്തകങ്ങളുടെ നട്ടലുകളിൽ വീണു മങ്ങിയിരുന്നു. പഴയ കടലാസുകളുടെയും മഷിയുടെയും ആ ഗന്ധം ആ മുറിയിലാകെ ഒരു തരം ശാന്തത നിറച്ചു കളഞ്ഞു. സിദ്ധാർത്ഥും അമലും ഒരു മൂലയിലെ മേശയ്ക്ക് അരികിലായി ഇരിപ്പുറച്ചു. മുന്നിൽ PSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കട്ടിയുള്ള പുസ്തകങ്ങൾ ചിതറിക്കിടക്കുന്നു. സിദ്ധാർത്ഥ് തൻ്റെ നോട്ട്ബുക്കിൽ എന്തോ കുറിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ ശ്രദ്ധ മുഴുവൻ തങ്ങളുടെ പഠനത്തിൽ മാത്രമായിരുന്നില്ല. എടാ അമലെ, ഈ ചരിത്രത്തിലെ തീയതികൾ ഓർമ്മിക്കാൻ ശരിക്കും ഒരു വഴിയുമില്ലേ? എത്ര നോക്കിയിട്ടും അത് തലയിൽ കയറുന്നില്ല. സിദ്ധാർത്ഥ് പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് ദീർഘനിശ്വാസം വിട്ടു. അമൽ ഒരു ചിരിയോടെ നോട്ട് പുസ്തകം നീക്കിവെച്ചു. പഠിക്കാനൊരു താല്പര്യം വേണം സിദ്ധു. നീ വെറുതെ കാണാതെ പഠിക്കാൻ നോക്കരുത്. ആ സംഭവത്തിന് പിന്നിലെ കഥകൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് മനസ്സിൽ നിൽക്കും. അവർ കുറച്ചു നേരം ഭരണഘടനയെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. പഠനത്തിൻ്റെ ഇടവേളയിൽ സിദ്ധാർത്ഥ് തൻ്റെ കണ്ണുകൾ ലൈബ്രറിയിലെ പുസ്തക ശേഖരങ്ങളിലേക്ക് ഓടിച്ചു. പെട്ടെന്നാണ് അമലിൻ്റെ മുഖത്തെ ഒരു പ്രത്യേക ഭാവം അവൻ ശ്രദ്ധിച്ചത്. അവൻ എന്തോ ആലോചിക്കുകയായിരുന്നു, അതും ഒരു വലിയ രഹസ്യം സൂക്ഷിക്കുന്നവനെ പോലെ. എടാ സിദ്ധു, നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ കൂടി നോക്കണം. അമൽ പതിയെ എഴുന്നേറ്റു. എന്തിനാ? നമുക്ക് വേണ്ട പുസ്തകങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ ചോദിച്ചു. ഇത് നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ പാറുവിന് വേണ്ടിയിട്ടാ, അമൽ ആവേശത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾക്ക് വേണ്ടിയോ? അവളുടെ വീട്ടിൽ എത്ര അധികം പ്രശ്നങ്ങൾ നടക്കുന്ന സ്ഥിതിക്ക് കൂടുതൽ പുസ്തകങ്ങൾ ഏൽപ്പിക്കണ്ട. സിദ്ധു പറയുന്നത് കേട്ട് അമൽ ചിരിച്ചു. പിന്നെ ഒരു ചെറിയ ദൗത്യം നിർവഹിക്കുന്നവനെ പോലെ അലമാരകൾക്കിടയിലൂടെ നടന്നു. സിദ്ധു, നിനക്കറിയുമോ, ഞാൻ ഓരോ മാസവും മാധവൻ സാറിനോട് പറഞ്ഞ് പുതിയ പുസ്തകങ്ങൾ പ്രത്യേകമായി എഴുതി വാങ്ങാറുണ്ട്. അതിൽ പകുതിയും പാറുവിന് ഇഷ്ടമുള്ളതാണ്. അവൾക്ക് കവിതകളോട് വലിയ താല്പര്യമാണ്, പ്രത്യേകിച്ച് സുഗതകുമാരി ടീച്ചറുടെയും അനിത തമ്പിയുടെയും കവിതകൾ. അതുകൂടാതെ മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങളും അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ അലമാരയിലെ പുസ്തകങ്ങളിലേക്ക് നോക്കി. അവൾക്ക് കവിതകളോടുള്ള ഈ ഇഷ്ടം നീയോ അതും ഇത്രയേറെ ശ്രദ്ധിച്ചത്? അതെ. അമൽ ഒരു പുസ്തകം കയ്യിലെടുത്തു. കവിതകൾ വല്ലാത്തൊരു ആശ്വാസമാണ് സിദ്ധു.
പറയാൻ കഴിയാത്ത വേദനകൾ കവിതയിൽ കണ്ടെത്താൻ അവൾക്ക് കഴിയുമായിരിക്കണം. അവളെപ്പോലെ ഉള്ളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ആ വരികൾ മരുന്നാണ്. അവൾക്ക് വായന വെറുമൊരു ശീലമല്ല, അതവൾക്ക് ശ്വസിക്കാനുള്ള വായുവാണെന്നാണ് അവൾ ചിലപ്പോഴൊക്കെ പറയുന്നത് തന്നെ. അമൽ അടുത്ത പുസ്തകങ്ങളിലേക്ക് നീങ്ങി. നോക്ക്, ഈ പുസ്തകം നോക്ക്. ഇതൊരു യുവ എഴുത്തുകാരിയുടെ നോവലാണ്. ഇതിലെ നായിക സ്വന്തം ജീവിതത്തിലെ പ്രതിസന്ധികളോട് പൊരുതുന്നതാണ്. പാറു ഇത് വായിക്കുമ്പോൾ അവൾക്ക് താനും തനിച്ചല്ലെന്നൊരു തോന്നൽ ഉണ്ടാകും. ഞാൻ ഓരോ പുസ്തകം തിരഞ്ഞെടുക്കുമ്പോഴും അവളുടെ ആ ചെറിയ ലോകത്ത് ഇതൊരു വെളിച്ചമായിരിക്കുമെന്ന് വിചാരിച്ചാണ് എടുക്കുന്നത്. സിദ്ധാർത്ഥ് പുസ്തകങ്ങളുടെ പേര് വായിച്ചു. പ്രചോദനാത്മകമായ കഥകൾ, ആഴത്തിലുള്ള മനഃശാസ്ത്രം, കവിതകൾ. അമലിൻ്റെ ഈ കരുതൽ സിദ്ധാർത്ഥിനെ വല്ലാതെ സ്പർശിച്ചു കളഞ്ഞു. അമലെ, നീ ഇത്രയേറെ അവൾക്ക് വേണ്ടി കരുതുന്നുണ്ടല്ലോ, അവൾക്കിതറിയാമോ? അമൽ ചെറുതായി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ അല്പം സങ്കടമുണ്ടായിരുന്നു. അവൾക്കിതൊക്കെ ഞാൻ കൊടുക്കുന്നതാണെന്നറിയാം, പക്ഷെ അവൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. അവൾക്ക് വാക്കുകളേക്കാൾ വലുത് ഈ പുസ്തകങ്ങളാണ്. ആ പുസ്തകത്തിൻ്റെ പേജുകൾ മറയുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ആ ശാന്തത, അത് മതി എനിക്ക്. ഈ പുസ്തകങ്ങളുടെ ഇടയിൽ നീ എന്തോ എഴുതാറുണ്ടല്ലോ, സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു. അമൽ ഒരു ചെറിയ ബുക്ക് മാർക്ക് പുറത്തെടുത്ത് കാണിച്ചു. അതെ, അവൾക്കുള്ള എൻ്റെ ചെറിയ സന്ദേശങ്ങൾ. നീ അനുഭവിക്കുന്നതെല്ലാം ഒരു നാൾ കഥയാകും. കരച്ചിലിനപ്പുറം ഒരു വെളിച്ചമുണ്ട്. ഇങ്ങനെയുള്ള വരികൾ അവൾക്ക് ആരോടും പറയാൻ കഴിയാത്തത് ഈ പുസ്തകങ്ങളിലൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. അവൾക്ക് ആരുമില്ലെന്ന് ഒരിക്കലും തോന്നരുത്. സിദ്ധാർത്ഥ് ആ പുസ്തകങ്ങൾ കയ്യിലെടുത്തു. അവയുടെ ഭാരം അവൻ്റെ ഉള്ളിലെ ചിന്തകളെ ഉണർത്തി. അമലെ, നിന്റെ ഈ സ്നേഹം, അത് എത്ര വലുതാണെന്ന് നിനക്കറിയില്ല. പുറത്തുനിന്ന് നോക്കുന്നവർ അവൾ ഒറ്റയ്ക്കാണെന്ന് കരുതും. പക്ഷെ നിന്റെ ഈ വായനയുടെ വഴിയിലൂടെ നീ അവൾക്ക് കൂട്ടായി കൂടെയുണ്ട്. അമൽ ദൂരേക്ക് നോക്കി. ആ കണ്ണുകളിൽ അപ്പോൾ ഒരു തിളക്കമുണ്ടായിരുന്നു. അവൾക്ക് പേടിയാണ് സിദ്ധു, വല്ലാത്തൊരു പേടി. തെറ്റുപറ്റുമോ, ആരെങ്കിലും കുറ്റം പറയുമോ എന്ന ഭയം. പക്ഷേ കവിതകൾ വായിക്കുമ്പോൾ അവൾക്ക് ആ ഭയം കുറയുന്നുണ്ട്. അവൾ കരയാറില്ലേ എന്ന് ഞാൻ ചോദിക്കാറില്ല, പക്ഷേ പുസ്തകം മടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ചുവന്നിട്ടുണ്ടാകും. അത് അവളുടെ വേദനയല്ല, അവളുടെ ആശ്വാസമാണ്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ പാറുവിൻ്റെ മുഖം നിറഞ്ഞു. ആ ഭയമുള്ള കണ്ണുകൾക്ക് പിന്നിൽ ഒരു വലിയ ലോകമുണ്ടെന്ന് ഇപ്പോൾ അവൻ തിരിച്ചറിയുന്നു. അവൾക്ക് വേണ്ടത് മറ്റാരും നൽകാത്ത കരുതൽ അമൽ നൽകുന്നു. അവൻ പതിയെ അമലിൻ്റെ തോളിൽ കൈവച്ചു. ഇനിയും അവൾ ഒറ്റയ്ക്കാകരുത്. ഈ പുസ്തകങ്ങൾ മാത്രം പോരാ. അവളുടെ പേടി മാറ്റാൻ അവൾക്കൊരു സുഹൃത്തിനെ കൂടി ആവശ്യമാണ്. അമലിൻ്റെ ഈ കരുതലിനൊപ്പം താനും കൂടെയുണ്ടാകുമെന്ന് സിദ്ധാർത്ഥ് അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചു. അസ്തമയത്തിൻ്റെ ഓറഞ്ച് നിറം മുറിയിലേക്ക് പടർന്നു. അമൽ തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ ബാഗിലേക്ക് വെച്ചു. ആ പുസ്തകങ്ങൾ ഇന്ന് രാത്രി പാറുവിൻ്റെ കൈകളിലെത്തും. അവളിലെ ഭയത്തിനെതിരെയുള്ള ഒരു ചെറിയ യുദ്ധം അവൾ തനിച്ച് ജയിക്കും. ആ യുദ്ധത്തിൽ ഇനിയും താനുമുണ്ടെന്ന ഉറപ്പാണ് സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ലൈബ്രറിയുടെ ആ മൗനത്തിന് പോലും അപ്പോൾ പാറുവിനെ ആശ്വസിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവന് തോന്നി.